ഗർഡർ വീണ് അപകടമുണ്ടായ ആലപ്പുഴ അരൂർ ദേശീയപാതയിൽ നിർമ്മാണം നടന്നത് മോട്ടോർ വാഹന വകുപ്പിന്റെ മുന്നറിയിപ്പ് അവഗണിച്ചാണ്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഗർഡർ സ്ഥാപിക്കുന്നതിന് ആവശ്യമായ മുൻകരുതലില്ലാതെയാണ് എന്ന് ചൂണ്ടിക്കാട്ടി മോട്ടോർ വാഹന വകുപ്പ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. 15 അടി താഴെയായി ഇരുമ്പ് ഭീമുകൾ സ്ഥാപിക്കണമെന്നും വകുപ്പ് ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ടിൽ നടപടിയുണ്ടായില്ല, എടുത്തു തോട്ടിക്കളഞ്ഞു. അതേസമയം ഉയരപ്പാതയിൽ ദേശീയപാത അതോറിറ്റി സുരക്ഷാ ഓഡിറ്റിന് ഉത്തരവിട്ടിട്ടുണ്ട്. മുബഷീർ പി അക്ബറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മുബഷീർ, വെരി ഗുഡ് മോർണിംഗ് മുബഷീർ. വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് നമ്മൾ ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ ഗർഡർ അപകടത്തിൽ ദേശീയപാത അതോറിറ്റി ഇപ്പോൾ 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്തു, അത് നല്ല കാര്യം. പക്ഷേ ഈ അപകടം വരുത്തിവെച്ചതാണ്, വിളിച്ചു വരുത്തിയതാണ് എന്നതല്ലേ നമ്മളുടെ രേഖകൾ പറയുന്നത്? മോട്ടോർ വാഹന വകുപ്പ് കൊടുത്ത ആ ഡോക്യുമെന്റുകൾ പരിശോധിച്ചിരുന്നെങ്കിൽ, അതിനനുസരിച്ചൊരു നിലപാടെടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ അപകടം ഒഴിവാക്കാൻ കഴിയുമായിരുന്നോ? മുബഷീർ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും മോട്ടോർ വാഹന വകുപ്പ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായൊരു നടപടി ജില്ലാ ഭരണകൂടവും ദേശീയപാത അതോറിറ്റിയും സ്വീകരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്ര വലിയൊരു അപകടം ഈ ഒരു മേഖലയിൽ ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ ഈ ഒരു അപകടം സംഭവിച്ച എരമല്ലൂർ ഭാഗത്താണ്. രാജേഷിന്റെ തകർന്നു കിടക്കുന്ന വാഹനമുണ്ട് ദൃശ്യങ്ങളിൽ. തൊട്ടുമുകളിൽ ഇപ്പോഴും നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന എലിവേറ്റഡ് ഹൈവേ ഗാർഡറുകളൊക്കെ തന്നെ മുകൾ ഭാഗത്ത് സ്ഥാപിച്ച് നമുക്ക് കാണാൻ സാധിക്കും. നിർമ്മാണ പ്രവർത്തനം ഇവിടെ നടക്കുകയാണ്. 6 മാസം മുമ്പ്, അതായത് കഴിഞ്ഞ മെയ് 23-നായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് ഇത്തരമൊരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. ഈ ഒരു മേഖലയിൽ നിർമ്മാണത്തിന്റെ ഭാഗമായി ഗർഡറുകൾ സ്ഥാപിക്കുന്ന സമയത്ത് അത് താഴോട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്, സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇവിടെ പാലിക്കുന്നില്ലെന്ന് വളരെ കൃത്യമായിട്ട് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയതായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് വെച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു ശുപാർശ 15 അടി താഴെയായി ഭീമുകൾ സ്ഥാപിക്കണം. ഇരുമ്പ് ഭീമുകൾ സ്ഥാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിർമ്മാണ പ്രവൃത്തിക്കിടയിൽ ഇത് തെന്നി വീഴുമ്പോൾ ഇത് ഈ പറയുന്ന ഗാർഡറുകൾ ഇരുമ്പ് ഭീമുകളിലേക്കാവും വീഴുക. ഒരു ഭാഗത്തു കൂടി വാഹനങ്ങൾ പോവുകയാണെങ്കിൽ അവയിലേക്കൊന്നും വരില്ല, അപകടങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു ചൂണ്ടിക്കാണിച്ചിരുന്നത്. പക്ഷേ അത് കൃത്യമായിട്ടും പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ഇത്ര വലിയൊരു അപകടത്തിലേക്ക് നയിച്ചിരുന്ന ആ റിപ്പോർട്ട് മുൻനിർത്തി നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെയുള്ള ജനകീയ കമ്മിറ്റി ഉൾപ്പെടെ ആ ശുപാർശ നടപ്പിലാക്കണമെന്ന് പറഞ്ഞതായിരുന്നു. ജനകീയ കമ്മിറ്റിയുടെ നേതാവ് കൂടിയായിട്ടുള്ള വ്യക്തി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതായത് മോട്ടോർ വാഹന വകുപ്പ് കൊടുത്തിരുന്ന ശുപാർശ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അല്ലേ? അതെ, അത് ഇപ്പോഴും അവർ ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. കാരണം ഇതിനു മുമ്പുണ്ടായ ഒരുപാട് തീരുമാനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. വലിയ വാഹനങ്ങൾ വഴി തിരിച്ചുവിടുന്നവരെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതൊന്നും നടപ്പിലാക്കിയിട്ടില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടം പോലും ശ്രദ്ധയില്ലായ്മ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ അപകടം സംഭവിച്ചതിന് പിന്നാലെ NHAI സുരക്ഷാ ഓഡിറ്റിന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു പക്ഷെ നേരത്തെ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. അത് അവർ കറക്റ്റായിട്ട് തീരുമാനങ്ങളൊന്നും പോയില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഞങ്ങൾ മനസ്സിലാക്കിയത് ഇവർ തീരുമാനങ്ങൾ പറയുകയും പക്ഷേ ഇതൊന്നും നടപ്പിലാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. വിദഗ്ധ സമിതി പരിശോധന നടത്തിയതിനു ശേഷം നിങ്ങൾ നാട്ടുകാർ പറയുന്നത് പോലെ തന്നെ ഇവിടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് നിർമ്മാണം നടന്നത്, ദേശീയപാത അതോറിറ്റി തന്നെ കണ്ടെത്തി. അതെ അതെ, അത് ഞങ്ങൾ ആദ്യം തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. കാരണം പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ വളരെയധികം പിന്നോട്ടാണ് പോയിരിക്കുന്നത്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ സൂചന കൊടുത്തിട്ടുള്ളതാണ് അവർക്ക്. പക്ഷേ ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട് തള്ളിയെന്ന് മാത്രമല്ല, ഇപ്പോൾ അപകടത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസം വിദഗ്ധ സമിതി ഇവിടെ പരിശോധന നടത്തിയ ഘട്ടത്തിലാണ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയായിരുന്നു ഇക്കാലം അത്രയും ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അത്തരം ഒരു പശ്ചാത്തലത്തിലാണ് അടിയന്തര സുരക്ഷാ ഓഡിറ്റിന് ഇപ്പോൾ ദേശീയപാത അതോറിറ്റി ഉത്തരവിട്ടിരിക്കുന്നത്. ഈ ഒരു സംഭവത്തിന്റെ ആദ്യ ദിവസം തന്നെ കൃത്യമായിട്ടുള്ളൊരു പരിശോധനാ റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രൊജക്ട് മാനേജറോട് NHAI നിർദ്ദേശിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയാണ് വിദഗ്ധ സമിതി ഇവിടെ സന്ദർശന ശേഷം ഇത്തരമൊരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. റൈറ്റ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നിർമ്മാണത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന് വിദഗ്ധ സമിതി കണ്ടെത്തിയിട്ടുണ്ട്. IRC മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് നിർമ്മാണമെന്നും വിദഗ്ധ സംഘം റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇതോടെയാണ് സുപ്രധാനപ്പെട്ട ഈ ഓഡിറ്റിനുള്ള ഒരു നിർദ്ദേശം ദേശീയപാത അതോറിറ്റി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗതാഗത മന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരിയും ഇത്തരമൊരു വിഷയം പറഞ്ഞിരുന്നു. റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ഏൽപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ ലോകോത്തര നിലവാരത്തിലുള്ള പാത നിർമ്മിക്കുന്നതിനോടൊപ്പം തന്നെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്നുള്ളതായിരുന്നു മന്ത്രി പറഞ്ഞിരുന്നു. എന്തായാലും ഏറ്റവും ഒടുവിൽ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു അധികൃതർക്ക് കണ്ണു തുറക്കാൻ എന്ന് പറയാതെ വയ്യ. അരുൺകുമാർ, താങ്ക് യു മുബഷീർ. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അംബാനെ എന്നെ ചോദിക്കേണ്ടു. ഒരു ജീവനാണ് നഷ്ടപ്പെട്ടു പോയത്. ആ കുടുംബത്തിന്റെ അത്താണിയായിരുന്നു, രോഗിയാണ് അവിടുത്തെ ആ വീട്ടമ്മ. ആ കുഞ്ഞിന് പഠിക്കാനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന ഈ മനുഷ്യന് വണ്ടി ഓടിച്ചാണ്. ഇത്തരം അനാസ്ഥകൾ എടുക്കുന്ന ജീവിതങ്ങൾ സാധാരണക്കാരുടേതായിരിക്കും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. വേണ്ടത്ര മുന്നറിയിപ്പുകൾ കൃത്യസമയത്ത് പരിഗണിക്കുക എന്നതാണ്.